ഗാനങ്ങൾ കൊടുക്കുന്നതിനെ ഹൃദയത്തിൻ്റെ പ്രകാശത്തെ എഴുന്നള്ളി വരയണമേ. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിൻ്റെ മധുരമുള്ള വിരുന്നേ മധുരമുള്ള മനത്തെ ഇറച്ചിൽ സുഖമേഖത്തിൽ തണുപ്പെ കരച്ചിൽ സൂര്യമേ എഴുന്നള്ളി വരയണമേ. എത്രയും ആനന്ദത്തോട് കൂടിയിരിക്കുന്ന പ്രകാശമേനെ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങേ വെളിവ് കൂടാതെ ദോഷമല്ലാതെ ഒന്നുമില്ല. അറക്കുന്നത് കഴുകണമേ, വാടിപ്പോയ നനിക്കണമേ, മുറിവേൽപ്പിക്കുന്ന സുഖപ്പെടുത്തണമേ, രോഗപ്പെട്ടത് തോപ്പിക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, ആരിപ്പോയി ജോലി ലഭിക്കണമേ, വഴിതെറ്റിപ്പോയി നേരെയാക്കണമേ. അങ്ങനെ സർണ്ണകത്തിരിക്കുന്ന വിശ്വാസികളുടെ ഏഴ് വിശ്വത ഇത് കിട്ടിയില്ല. ഞാൻ 16 വർഷമായിട്ട് എൻ്റെ പെണ്ണെ കെട്ടിച്ചു വിട്ടു. അവിടെ ചെയ്യാവുന്ന പീഡനങ്ങളും എല്ലാ രീതിയും ശാരീരികവും മാനസികമായിട്ട് കിട്ടിയതാണ്. അതെല്ലാം കഴിഞ്ഞു. ആ പരിപാടി തീർന്നിട്ട് ഞാൻ 9 മാസം മുമ്പ് അതിനെ കൂട്ടിക്കൊണ്ട് വന്നത് കൂടാതെ കേസുകൾ കൊടുത്തു. പക്ഷേ ഒരു കേസിൻ്റെ അവധിക്ക് പോലും അവർ ഹാജരായിട്ട് ഇപ്പം എൻ്റെ മകളും പോയില്ല. ഇനി ഞാൻ ആർക്കും വേണ്ടിയാണ്. ഇനി ഞാൻ എനിക്കിനി ലോബിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നീതി കിട്ടിയോ? കിട്ടിയില്ല, ഇതുവരെ കിട്ടിയില്ല. അങ്ങനെ നീതി കിട്ടിയ ഈ നോബിയെ അറസ്റ്റ് ചെയ്താൽ നീതി കിട്ടിയല്ലോ. എൻ്റെ കുഞ്ഞും മകളും പോയി, മകളുടെ 2 പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ. എൻ്റെ മൂത്ത മകളായിരുന്നു, മനസ്സിലായി. അപ്പോൾ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നീതിയായിട്ട് അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും ആവുകയില്ല. അവൻ ശിക്ഷിക്കപ്പെടണം. നമ്മൾ നേരത്തെ പരാതി കൊടുത്തിരുന്നില്ലേ? പിന്നെ എവിടേക്കാ പരാതി കൊടുത്തത്? ഫാമിലി കോർട്ടിലും തൊടുപുഴ സ്റ്റേഷനിലും. തൊടുപുഴ സ്റ്റേഷനിൽ എന്താ പറഞ്ഞത്? അതവര് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഞാനൊരു വക്കീലിനെ പോലും വെക്കേണ്ടതാണ്. സർക്കാർ വക്കീല അതുമായി. അവരവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് അവൻ്റെ പുല്ലുകൂടെ നടക്കുന്നുണ്ട്. അന്ന് എന്ത് പരാതി നമ്മൾ കൊടുത്ത്? അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായ്ക്ക് 2:30 മണിക്ക് ചെയ്യുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത്. വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇറക്കി വിട്ട പെണ്ണിനെ, അല്ലാതെ അവിടെ നിന്ന് പോകുന്നതല്ല. ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെ കൂടെ പിന്നെ SI സർക്കിളോട് എൻ്റെ കൂടെ വന്നിട്ട് അവരുടെ ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി. അന്ന് രാത്രിയിൽ ഇയാളെ എടുത്തിട്ട് അടിച്ചു. രാവിലെ മുതൽ തുടങ്ങിയതാ. അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിയുണ്ടാകും കേസിൽ. അച്ഛനുണ്ടായിരുന്നോ അവരിവിടെ? ആ സമയത്തുണ്ട്. അപ്പൊ എന്നറിയും, ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് ദയവ് ഇത്രയും ഞങ്ങളുണ്ട്, ഞങ്ങള് അപ്പച്ചന്റെ ഒപ്പം. അമ്മച്ചിയുടെ പേരെന്താ? വന്നേ അമ്മച്ചി. മേലാതെ അതിന് ഉപദ്രവിക്കാം. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞാണ് സർവിക്കൽ ക്യാൻസറസ് ആയിട്ട് ഞാൻ കീമോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഫോളോ അപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഷൈനിയും മക്കളും കൂടെ സ്വയം ഇറക്കി വിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോന്ന വഴിയുന്ന പുള്ളിയുടെ അനിയന്റെ വീടിന്റെ വാതൊക്കെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്, മനസ്സിലായി. പിന്നെ ഞാൻ ആ വീട്ടിലൊരു വീട്ടിലും പോയിട്ടില്ല. രാത്രി 2:30 ആയപ്പോഴാണ്. അന്ന് തന്നെ വനിതാ സെറ്റിലും വരുവാൻ തൊടുപുഴ സ്റ്റേഷനും പറഞ്ഞിട്ട് പോകുന്ന. ഷൈനി അന്ന് എന്താ അച്ഛനോട് പറഞ്ഞത്? അന്ന് അവിടെ സംഭവിച്ചത് എന്താന്ന്? ഷൈനി എല്ലാം വിളിച്ചു പറഞ്ഞേ. കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്തെങ്കിലും പറഞ്ഞു? ഷൈനി പ്രതികരണ ശേഷി ഇല്ലാന്നതല്ലേ അവർക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം. നമ്മുടെ ജീവിതത്തിൽ അവളെ ഒരു പാവമായിരുന്നു. ആരോടൊന്നും പറയില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? അപ്പച്ച ഒരു വാക്കോടെ ചോദിച്ചാൽ, ഈ ഷൈനിനെ തല്ലി എന്ന് പറയുന്നുണ്ടല്ലോ, അന്ന് ഷൈനിക്ക് എന്താ സംഭവിച്ചേ? അന്ന് ഈ അപ്പച്ചനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഷൈനിന് തല്ലി എന്ന് പറഞ്ഞല്ലോ, അപ്പച്ചനെ ഇവിടെ വിളിച്ചെന്നു പറഞ്ഞല്ലോ, അന്ന് ഷൈനിക്ക് എന്താ പറ്റി? മുറിവുകൾ വല്ലതും പറ്റിയോ? മുറിവുകൾ ഈ ചവിട്ടെല്ലാം കൂടെ കിട്ടിയിട്ട് അത് ഏറ്റുവാനൂർ സ്റ്റേഷനിലെ ഡോക്ടറുടെ ഇന്റിമേഷൻ ഒക്കെ അങ്ങ് പോയതാ. എനിക്കറിയത്തില്ല. ഷൈനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു? അഡ്മിറ്റ് ആയില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ മരുന്നുണ്ടായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട്? എല്ലാം കൊടുത്തു, ഓയിൻമെന്റ് കൊടുത്തു വിട്ടായിരുന്നു. അതിന്റെ ബുദ്ധിമുട്ടുകൾ തുടർന്നായിരുന്നോ? പ്രശ്നങ്ങളുണ്ടായിരുന്നു, മേലായിരുന്നു. അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട് അവിടെ പോയി. നിങ്ങൾക്ക് വധഭീഷണി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഈ സ്ത്രീധനം ചോദിച്ച പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? സ്ത്രീധനത്തിന്റെ പ്രശ്നമല്ല, അവനെന്തോ എനിക്കറിയത്തില്ല, അവളെ ഇഷ്ടമില്ല. ഞാൻ എന്നെ കൊണ്ട് കൊടുക്കാന്ന്. എങ്ങനെയാണ് അപ്പൊ ഈ കല്യാണം നടന്നത്? കല്യാണം നടന്നോ? അവര് അറേഞ്ച് മാറ്റിയില്ല. അപ്പച്ച ഒരു കാര്യം ചോദിച്ചു, ഈ ഷൈനിയുടെ പേർക്ക് ഇൻഷുറൻസ് വല്ലതും എടുത്തിരുന്നു? അവര് ഇൻഷുറൻസ് എടുത്തിരുന്നു പറഞ്ഞാൽ അവള്, അതായത് അവിടെ കെട്ടിച്ചു വിട്ടിയെന്ന പോലെ ഞാൻ ജൂൺ 9-ാം തീയതി കൂട്ടിക്കൊണ്ട് പോരുന്ന വരെയുള്ള ഒരു 150 പേജിന്റെ പേപ്പർ ഇവിടെ വന്നു കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് എഴുതിയിട്ട് കൊടുത്തത് ഞാൻ ഫാമിലി കോർട്ടിൽ കൊടുത്തിരിക്കുന്ന വക്കീൽ കൈവശമുണ്ട്. ഇൻഷുറൻസ് അല്ല, അവള് അന്ന് മുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തും അതുകൊണ്ട് ഇൻഷുറൻസ് ഇവളെ കൊണ്ട് ഇവിടെ പേരിലെടുത്തിട്ട് അവൻ നോമിനിയായിട്ട് 3 പ്രാവശ്യം അവൻ്റെ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസിന് കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞ് മൊഴി ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ആ പോലീസ് അവിടെ തൊടുപുഴയും കൊടുത്തിരിക്കുന്ന, ബാക്കി എഴുതി വക്കീലിനും കൊടുത്തിരിക്കുന്ന. നിയമത്തിൽ വിശ്വാസമുണ്ട്? നിയമത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, നീതി കിട്ടുമെന്ന് പറഞ്ഞു. കുടുംബശ്രീ വഴി ലോൺ എടുത്തതിന്റെ കാര്യങ്ങളോടൊന്ന് പറഞ്ഞാൽ ഞങ്ങള് ഈ കാശ് ഇവിടെ തന്നെന്ന് പറയുന്നുണ്ടല്ലോ.
അത് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ പിള്ളേർ ചെലവിനായിരുന്നു. ഇപ്പം ഈ 9 മാസവും പിള്ളേർ 3 പേരും കൂടിയാണ്. ഈ നോബി ന്യൂസ് വരുമ്പോൾ നിങ്ങളത് പിന്നെ നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ നിന്ന് ഈ വീട്ടിൽ കൊണ്ട് ചെലവാക്കിയത്. അങ്ങനെ ഈ വീട്ടിൽ ചെലവാക്കാം. അവിടെയല്ലേ ഏറ്റവും വലിയ തെറ്റ്. അത് അവിടെയുള്ള അയൽക്കൂട്ടംകാരോട് ചോദിക്കണം. പക്ഷെ അയൽക്കൂട്ടംകാർ പറഞ്ഞ അവിടെ തന്നെ ചെലവാക്കിയെന്നാ. അതെ, പിന്നെ ഇവിടെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ആവശ്യമില്ല. നമുക്കൊരു 10 പൈസ പോലും വന്നില്ല. ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് 5000 എന്നോട് മേടിച്ചോണ്ട് പോയത്. ഉണക്കപ്പ് ഇവിടുന്ന് അവരുടെ പറഞ്ഞ അവിടുന്ന് കപ്പ ഇവിടെ കൊണ്ടുവന്നില്ല. അപ്പോൾ അല്ലാതെ അവരുടെ പൈസയ്ക്ക് എനിക്ക് ആവശ്യമില്ല. മക്കൾ വന്നിട്ട് അവർ ഇന്നലെ വൈകിട്ട് ഒന്ന് വെളുപ്പിനായിട്ട് പോയി. അവരൊക്കെ എമർജൻസി ലീവ് എടുത്ത് പോകുന്നവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയായിരുന്നു. അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുവരെ അവർക്ക് സ്കാൻ ചെയ്ത്. ഈ ജോലി കിട്ടാത്ത കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലയിടത്തും ജോലി അന്വേഷിച്ച കാര്യം. ഞാനും കൂടെ കൂടിയല്ലേ പോയല്ലോ. എവിടേക്കാണ് പോയത്? എല്ലാം 10-12 ആശുപത്രി. പക്ഷേ അതിന് കുറ്റക്കാർ നമ്മളല്ലേ. ഗ്യാപ്പാ 10-12 വർഷത്തെ ഗ്യാപ്പാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ആരും കൊടുക്കില്ല. നിയമാനുസൃതം അവർക്ക് കൊടുക്കാൻ പാടില്ല. മെഡിക്കൽ എത്തിക്സ് വെച്ചിട്ട് ജോലി കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മളിങ്ങനെ തപ്പി വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി RN ഫ്ലക്സ് അവിടെ ഓൺലൈനിൽ കൂടെ എവിടെ ഇരുന്ന് കാശ് കൊടുക്കപ്പിള്ള ആംഗ്ലമാർ മുടക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ചു തീർന്നിട്ട് വീണ്ടും റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ലാസ്റ്റ് പിന്നെ ബോംബെയിൽ എവിടെയെങ്കിലും പോയേക്കാം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കാൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ? ഇവിടെ ഒന്നും നടന്നില്ല. അപ്പച്ചാ ഞാനൊരു കാര്യം തുറന്ന് ചോദിച്ചോട്ടെ. അപ്പച്ചാ ഇവിടെ ഈ നോബി വന്നിരുന്നോ? ഇത് ഈ അപകടം ഉണ്ടാകുന്നതിന് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇന്ന് പോളിക്രോസിലെ പ്രിൻസിപ്പാളിനെ വരെ വിളിച്ചു ചോദിച്ചു. ഇവര് കാണാനിടയായിരുന്നു ഈ അടുത്ത നാളുകളിൽ വിളിച്ചായിരിക്കും. അപ്പച്ചാ ഈ ഷൈനിയുടെ ഫോൺ കയ്യിലുണ്ടോ? എന്റെ കയ്യിലില്ല. ആരുടെ കയ്യിലത്? അത് ആരുടെ കയ്യിലാന്ന് എനിക്കറിയത്തില്ല. പോലീസ് മേടി തീർത്തു. അപ്പച്ചനത് ഏൽപ്പിച്ചിട്ടില്ലേ? ഇല്ല. അപ്പച്ചന്റെ കയ്യിലേക്ക് ഫോൺ വേണ്ടേ? വേണം. പിന്നെ അല്ല, എൻ്റെ കയ്യിലേക്ക് ഫോൺ വേണമെന്ന് ചോദിച്ചാൽ പോലീസിനോ അന്വേഷണക്കാർക്കോ അത് ആവശ്യമാണെങ്കിൽ ഫോൺ നിലവിലുണ്ടല്ലോ. ഫോൺ നിലവിൽ കാണും. പിന്നെ എവിടെയാന്ന് എനിക്കറിയത്തില്ല. ഓടെന്നാന്നറിയോ? സർക്കിൾ വെള്ളിയാഴ്ച തന്നെ ഇവിടെ വന്ന് ഫോൺ അവര് എടുത്തേച്ച് പിന്നെ അവിടെ വെച്ചിട്ട് പോവായിരുന്നു. അവർക്ക് ഭയങ്കര ടെൻഷൻ. അവർക്കൊന്നും മേലെ. പക്ഷെ അവരെ സംബന്ധിച്ച് ഒരാൾക്ക് 3 കൊച്ച്, ഒരാൾക്ക് 2 കൊച്ച്, മറ്റവർക്ക് 1 കൊച്ച്, അതുങ്ങളെയൊക്കെ അവിടെ ആക്കിച്ച് പോന്ന ഒരു വയസ്സൊക്കെ ഉള്ളു. ഷൈനിയുടെ മക്കളുടെ കാര്യം ചോദിച്ചാൽ ഷൈനിയുടെ മക്കൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവര് പുറത്തോട്ടൊന്നും കാണിച്ചില്ല. അവരുടെ ഈ മോൻ വിളിക്കാറുണ്ടായിരുന്ന ഷൈനിനെ? മകനോ? ഷൈനിയുടെ മകനാ. എല്ലാ വെള്ളിയാഴ്ച ദിവസവും 8:30 മണിയാകുമ്പോൾ അവന് ഫോൺ കൊടുക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇടാം. അതപ്പോൾ പലർക്കും വിളിക്കും. 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 5 മിനിറ്റ് ഇവിടെ വിളിക്കാൻ കിട്ടിയാലേ 2 മിനിറ്റേ കാണുള്ളൂ. അപ്പം ഇപ്പം അമ്മയായിട്ടും അനിയത്തിമാരുമായിട്ട് വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനും കാണും. ഹലോ വെച്ചിട്ട് എന്തിയാ കഞ്ഞി കുടിച്ചോ അത്രയും കൊണ്ട് തീരും. ഈ എഡ്വിനെ കൊണ്ട് നേരത്തെ പരാതി കൊടുപ്പിച്ചിട്ടുണ്ടല്ലേ ഇയാള് നോബി? എന്ന് പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. ആ പരാതിയല്ലാന്ന്. അല്ല, കരിങ്കുന്നം സ്റ്റേഷനിൽ ഇവർ അയൽക്കൂട്ടത്തിൻ്റെ കാശടിക്കാൻ കൊടുത്തു. എന്നിട്ട് ഇവിടെയും കൂടെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ കരിങ്കുറ്റം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് അയൽക്കൂട്ടംകാരുമായിട്ട് സെറ്റിൽ ചെയ്തിട്ട് അത് മാസം ഇപ്പോൾ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഈ സ്വഭാവ ദൂഷ്യം നമുക്കറിയാമായിരുന്നു. സ്വഭാവ ദൂഷ്യം അറിയാവുന്ന ചോദിച്ചാൽ ഒരു കുടുംബത്തിൽ നമ്മളൊരു പെണ്ണെ കെട്ടിച്ചിട്ടില്ല. അച്ഛനും കന്യാസ്ത്രീമാരും ഒക്കെ ഉള്ള വീടല്ലേ. മാക്സിമം നമ്മൾ ക്ഷമിച്ചു അവളിങ്ങനെ പോരുമായത്. അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ ഇനി പോരും, നീ സൗകര്യട്ടെങ്കിൽ പോരും, അല്ലെങ്കിൽ നീ അടിയും തെറ്റു വെക്കുമ്പോൾ അന്നേരം ആ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ. പക്ഷേ അതിന് പേടിയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു ഈ പോരാൻ പറഞ്ഞേ? പിന്നെ പല പ്രാവശ്യം വിളിച്ചു. അന്നേരം അവള് പോരിയൊരു കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോരാൻ പറ്റിയ 2 പെൺമക്കൾ, ഒരു മകൻ അല്ലേ? ഒരു മകൻ. അതെ, മതിയില്ലേ? ഞാൻ പോയി. സുഹൃത്തുക്കളെ, ഷൈനിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പച്ചനുമായിട്ട് സംസാരിച്ചു. അപ്പച്ചന് വളരെ അധികം വിഷമമുണ്ട്. അമ്മച്ചിക്കും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ, ഷുഗറും പ്രഷറും പ്രമേഹവും അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. ഇപ്പം അങ്ങനെ അധികം സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. എങ്കിൽ തന്നെ പല പ്രാവശ്യവും ഈ മോനെ കാണാനായിട്ട് ഈ അമ്മച്ചി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലും ഈ വീട്ടുകാർ സമ്മതിക്കുന്നില്ലായിരുന്നു. അതായത് ഈ നോബിയുടെ വീട്ടുകാർ സമ്മതിപ്പിക്കുന്നില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് നേരം മാത്രമാണ് ഇന്ന് മിണ്ടാൻ വരെ സമയം കൊടുക്കുകയുള്ളായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്താണൊരു സങ്കടം മാത്രമേ പറയാനുള്ളൂ. തീരുമാനത്തിലേക്ക് എത്താൻ എന്താ കാരണം? കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. പല സ്ഥലങ്ങളിലും ജോലികളും അതുപോലെയുള്ള പല കാര്യങ്ങളും ആ കൊച്ച് സ്വന്തമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ പല സ്ഥലങ്ങളിലും തേടി വന്നു. ഇതെങ്ങൊന്നും കിട്ടാതെ വന്നപ്പം എന്തോ മാനസികമായിട്ട് തോന്നിയ ഒരു കെട്ടിച്ചു വിട്ട വീട്ടിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയില്ല. കൊടിയ പീഡനമാണ് ലഭിച്ചത്. അതിൻ്റെ പേരിൽ അവിടുത്തെ കോടതിയിലും അതുപോലെ തന്നെ നിരവധി കേസുകളുണ്ട്. അതുകൂടാതെ നമ്മുടെ ഏറ്റുമാനൂർ കോടതിയിൽ അദ്ദേഹം വിവാഹം ചെയ്ത സ്വർണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ പൈസ സ്ത്രീധനമായിട്ട് കൊടുത്ത തുകയ്ക്ക് വേണ്ടിയും പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് ഇത് കോടതി വിളിയാണ് വന്നിരുന്നത്. അതുവരെ നിലവിലായിട്ടുള്ളൂ.
അതൊന്ന് പൂർത്തീകരിക്കുന്നതിനുള്ള സമയം പോലും എടുക്കുന്നതിന് മുമ്പ് എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോയത് എന്താണെന്ന് നമുക്ക് ആർക്കും. നോബി ഈ നാട്ടിൽ വന്നതായിട്ട് വല്ല അറിവുണ്ടോ ആ സമയങ്ങളിൽ? നോബി നാട്ടിലുള്ളതായിട്ട് അറിയാം, പക്ഷേ ഏറ്റുമാനിലോട്ട് വന്നതായിട്ട് ഒരു അറിവില്ല. അറിവില്ല അല്ലേ? കോടതിയിൽ പോലും വന്നിട്ടില്ലെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതെ അല്ലേ? പേരെങ്ങനെയാ? എൻ്റെ പേര് ബോബൻ ജോർജ്. ഇവിടെ അടുത്താണ് ഞാൻ താമസം? അയൽവാസിയാണ്. എന്താ ചേട്ടാ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്കെല്ലാം ഉള്ളിലെ ഒരു കത്തലാണ് ഉണ്ട്, ഈ പിള്ളേരുടെ പക്ഷേ മുഖം. ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. ഷൈനിയെ പക്ഷേ ഇതിനകത്ത് സംബന്ധിച്ച് ആരാണ് യഥാർത്ഥ നോബി ഏതായാലും കൾപ്രിറ്റ് ഇതിനകത്തൊരു പ്രതി തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതിനകത്തൊരു മാറ്റമില്ല, അവൻ തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 2-3 ദിവസം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്? എല്ലാം തകിടം പറഞ്ഞതല്ലേ? ഷൈനി ജോലിയുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതായിട്ട് കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചതായിട്ട്, കുട്ടികളെ കൊണ്ടൊരു ഹോസ്റ്റലിൽ ആക്കാനായിട്ട് അസിസ്റ്റന്റ് കാല് പിടിച്ച് ഹോസ്റ്റൽ സംവിധാനം വരെ ആ കുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് എവിടെയായിട്ട് 2 ദിവസം ഹോളി ക്രോസിന്റെ ഏതാണ്ട് കണക്ട് ചെയ്ത് അവിടെ ചെന്ന് സംസാരിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ അവർ അടുത്ത ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ജോലിയും അത് പിന്നീടുള്ള മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നുള്ളത് വെളുപ്പിനെ 4:45 അതുവഴി പോകണമെന്നുണ്ടെങ്കിൽ 6 റൂട്ടിൽ കൂടെ പോയിരിക്കുന്നത്. ഇവിടുത്തെ അമ്മച്ചിക്ക് അസുഖങ്ങളൊക്കെയാണെന്ന് കേട്ടു. അതെ എന്താ പറയുന്നത് കേട്ടു, ക്യാൻസർ അതെ അല്ലേ? ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്തു നിന്നൊക്കെ റിക്കവറി ആയെന്ന് പറയുന്നു. അതൊന്നും അല്ല പ്രശ്നം. പക്ഷെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? പെട്ടെന്ന് ജീവിതം തകിടം പറഞ്ഞു. എന്തോ ഒരു കാരണം നമുക്കൊക്കെയുള്ള പ്രശ്നം, നമ്മളിതെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇതുണ്ടാകരുത് എന്ന് പറയുന്നു. അടുത്തത് ഇതൊക്കെ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ, ഇവിടെ നിന്നല്ല എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. അതാ മനസ്സിലായി. ഇത് കഴിയുമ്പോൾ ഇനി ഇതുണ്ടാകരുത്, അടുത്ത കഴിഞ്ഞ് 10 പേര് മരിച്ചാലും ഇതൊക്കെ ഇനി ഇതുപോലെ ദാരുണമായി ഉണ്ടാകരുതെന്ന് തന്നെയാണ് ജനത്തിൻ്റെ ഒരു ഇത്. ഷൈനിയെതിരെ പള്ളിയിൽ നിന്ന് രാവിലെ ഇത് ഈ വഴി തന്നെയാണ്, ഈ വഴി തന്നെ അല്ലേ? ഇതിലേ പോയിട്ട് അവിടെ നേരെ പള്ളിയിൽ പോയി 2 പിള്ളേരെ എപ്പോഴും ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ആ സ്ഥലത്തേക്ക്? ഇവിടുന്ന് ഒരു 300 മീറ്റർ ഉള്ള ഈ ട്രാക്കിലേക്ക് പോവാം. ട്രാക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഈ പുറകിലത്തെ ഈ കാണുന്ന ഈ വഴിയാണ് പോയത്. ഇതുവഴിയാണ് പോയത്, ഒരിക്കലും പോകാത്ത ഈ വഴിയാണ്. പക്ഷേ സാധാരണ അങ്ങോട്ട് പോയ റെയിൽവേ ഈ വഴിയൊക്കെ ക്യാമറ വല്ലതും പോലീസ് ചെക്ക് ചെയ്യുകയും ചെയ്തായിരുന്നു. 4:39 വരെയുള്ള 4:49 വരെയുള്ള CCTVയുടെ ദൃശ്യങ്ങൾ അവിടം വരെ ആ കുട്ടിയായിട്ട് പോകുന്നതായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ടിവിയിലാണ് അത് വന്നിരിക്കുന്നത്, CCTVയിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഈ വീട്ടിലെ ഈ കാണുന്ന വീട്ടിലെ അടുത്ത് അവിടെ ഓൾഡ് ഏജ് ഹോമല്ലേ, അവിടുത്തെയാണ് സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അവരാണ് ഇതിനെപ്പറ്റി. സമയം എപ്പോഴാണ്? 4:49. ട്രെയിൻ എപ്പോഴായിരുന്നു? ട്രെയിൻ 5:30. അപ്പോൾ ഇവിടുന്ന് അപ്പോൾ ഇവിടുന്ന് ഈ ഷൈനി ഇവിടുന്ന് ഇരുട്ടത്ത് തന്നെയാണ് പോയത്? ഇരുട്ടാണ്, വെട്ടം തെളിച്ചാണ് പോയത്. ഈ സമയത്ത് മനുഷ്യൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണല്ലോ. അതുകൊണ്ട് എന്നിട്ട് ആ ഇളയ കുട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം അതിനകത്തുണ്ട്. സമ്മതമില്ലാത്ത ഇളയ കുഞ്ഞിനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം അതിനകത്തുണ്ട്. അതെ അല്ലേ? എന്തുകൊണ്ടാണ് ഓൾ ഓൺ എ സഡൻ എല്ലാം തിരിഞ്ഞു മറിഞ്ഞത്? നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടി ഡിവോഴ്സായി, ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ പേരൻസും എല്ലാവരും നാട്ടുകാരും എല്ലാം ആ ഒരു കാര്യത്തിലൊന്ന് കെയർ ചെയ്യേണ്ടത്. ആ കെയറിങ് ഇല്ലാതെ പോയി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പള്ളി വികാരിയായിട്ട് സംസാരിക്കുകയും ചെയ്താൽ ഞങ്ങൾ അങ്ങനെയുള്ള ഇങ്ങനൊരു കാര്യങ്ങൾ ഇവിടുത്തെ വികാരിയായിട്ട് സംസാരിക്കാനൊന്നും ഇട വന്നില്ല. ഒന്നുമില്ല, ഇതൊക്കെ ഇവിടുത്തെ നാട്ടിലെ നടപ്പല്ലേ, പള്ളിയിലെ അച്ഛന്മാരും ഒക്കെയാണ്. പഞ്ചായത്ത് മെമ്പറോടോ അതുപോലെ തന്നെ ഈ ചേട്ടനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടാ, പോലെയുള്ള ആൾക്കാർ ജനസേവനം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണല്ലോ ജനസേവനം. ഞാനിപ്പോൾ പക്ഷേ ആളുകൾ കേസുമായിട്ട് വന്നല്ല നമുക്ക് ചെയ്യാൻ പറ്റും, ഒന്നുമില്ല. അല്ല, ഇതൊങ്ങനെ കേസ് ഒരു വീട്ടുകാർ വന്ന് പറയുകയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യണം, ഓക്കെ, ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനൊരു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കുടുംബം, കാരണം ഇത്രയും നല്ല 3 പിള്ളേരുണ്ട്, സുന്ദരി കുട്ടികളായിട്ടുള്ള രണ്ട് പെൺപിള്ളേരുണ്ട്, മാലാഹ കുഞ്ഞുങ്ങൾ. അതിന് എന്താണ് അതാണ് അത് ഇത് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അത് ആരൊക്കെയാണോ വിക്ടിംസ് ആയിട്ടുള്ളത്? ഈ ഷൈനി അന്നത്തെ ദിവസം ഓൺലൈനിൽ ഉണ്ടായിരുന്നു, അതായത് 4 മണി കഴിഞ്ഞിട്ട് ഓൺലൈൻ ഉണ്ടായിരുന്നു പറയുന്നുണ്ടല്ലോ വാട്സപ്പിൽ. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഷൈനയുടെ ഫോൺ ഉൾപ്പെടെ നമ്മുടെ കൂടത്തായിൽ സംഭവിച്ചതുപോലെ ഒരു കൊലപാതകം നടന്നപ്പോൾ പോലീസുകാരെ എടുത്ത് ആ കേസ് തെളിയിക്കാൻ എടുത്ത അതേ ഇനിഷ്യേറ്റീവ് ഇത് ഈ കേസിനും എടുക്കണമെന്ന് റെക്കോർഡിംഗ് തീർച്ചയായിട്ടും. അവർ അയൽവക്കത്തൊരു CC ക്യാമറ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ വന്നു പോകുന്നവരെ നിരീക്ഷിച്ച് ദിവസങ്ങളോളം നിരീക്ഷിച്ച കൂടത്തായി കേസ് തെളിവ് പുറത്തു വന്നത്, യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. അതുപോലെ യഥാർത്ഥ പ്രതികളെ ഈ 3 പേരുടെയും മരണത്തിനിടയാക്കിയ യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടിലെ ജനങ്ങളുടെയും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെയും അഭിപ്രായം. പെട്ടെന്ന് ഫോണിൽ എന്തൊക്കെയോ സംസാരങ്ങൾ, വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴവുകൾ ഉണ്ടായി.
ഉരസലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കാം അല്ല ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ചെന്നുപെട്ടത്. എല്ലാവരും ഉൾപ്പെടെ ഇനി ആരൊക്കെ പറയും എല്ലാവരും ഉൾപ്പെടെ ചോദ്യം ചെയ്ത് ഈ ഫോണിന്റെ റെക്കോർഡിങ്ങും അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കടന്നോ? അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല. സൈഡ് മാത്രമാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞങ്ങൾ അറിയാം. ഇവിടെ അവർ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നമുക്കറിയില്ല. പക്ഷെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ മൊത്തം ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം എന്താ? മൊത്തത്തിലുള്ള വികാരമാണ്. അന്ന് ഇവിടെ ബോഡി എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ അവരുടെ അടുത്ത് കാണിച്ച ആ വികാരമാണ് ജനങ്ങൾക്കെല്ലാം ഉള്ള അഭിപ്രായങ്ങൾ. ഈ നാട്ടുകാർക്ക് ഈ ഷൈനിയുടെ ബോഡി തൊടുപുഴയ്ക്ക് അയക്കാനായിട്ട് അവിടെ അടക്കാനായിട്ട് പറഞ്ഞയക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടാ? ഒരിക്കലും താല്പര്യമില്ലായിരുന്നു. കാരത്താസ് പള്ളിയിൽ ഷൈനിനെ എങ്കിലും മാത്രം അടക്കണമെന്നായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും ആവശ്യം. അത് നിലവിൽ ഉന്നയിച്ചിരുന്നതാണ്, അച്ഛന്മാരോട് പറഞ്ഞിരുന്നതാണ്. ആദ്യം സമ്മതിക്കുവാൻ വരെ ചെയ്തതാണ്. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് 3 പേരെ ഒന്നിച്ച് തൊടുപുഴ ചുങ്കത്തോട്ട് കൊണ്ടുപോവുക ചെയ്തത്. നാട്ടിലെ 101 നിവാസികൾക്ക് മുഴുവൻ ഒന്നടങ്കം ഈ ഷൈനിയും മക്കളുമായുടെ മരണം നാട്ടിലെ ജനങ്ങൾക്ക് ആ വിവരങ്ങൾ എന്താണ് സത്യാവസ്ഥയെന്ന് പുറത്തു വരണമെന്നാണ് അതിയായ ആഗ്രഹം. അതിന് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാലേ നീതി നടപ്പാവുള്ളൂ അല്ലേ? നമുക്കൊരു മനസ്സിന് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ജനപ്രതിനിധി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കൊക്കെ അതിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളതിനകത്തൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഉൾപ്പെട്ട എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആരൊക്കെയാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനം. പള്ളിയിൽ ഉണ്ടായിരുന്നല്ലേ നമസ്കാരത്തിനുണ്ടായിരുന്നു. ചേട്ടൻ്റെ പ്രതികരണം ശക്തമായിട്ട് ഈ കേരളത്തെ പിടിച്ചു കുലുക്കിയെന്ന് പറയാം. ഈ ലോകം മൊത്തം ചേട്ടൻ്റെ അലേടികൾ അന്നത്തെ ദിവസം ആൾക്കാർ കേട്ടു. എല്ലാ യൂട്യൂബേഴ്സും ഇതെടുത്ത് കട്ടിങ്സ് ആയിട്ടും എല്ലാം നല്ല പ്രതികരണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ചേട്ടാ പറയാനുള്ളത്? ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ച് വളർന്ന നാടാണിത്. അങ്ങനെ ചെറുപ്പം മുതലേ ആ ഒരു ജീവിത പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കൂടെ ജീവിച്ചത്. ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ. ഞങ്ങൾക്കിവിടെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഭേദാചാരമായൊരവസ്ഥ ഉണ്ടായത്. ഇതെന്നെ സംബന്ധിച്ചോളം ഞാൻ തുറന്നു പറയുകയാണ്, എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറയുമ്പം ഒരു പ്രത്യേക ഒരു മാലാ കുഞ്ഞുങ്ങളെ. എനിക്ക് മക്കളില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം സകലവും മറന്നു പോകും. പെട്ടെന്നൊരു വേറെ ഇതിലേക്ക് ഞാൻ അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ആ അവസ്ഥ ഉണ്ടായത്. അന്നത്തെ ഇതിൻ്റെ അവസ്ഥ കൊണ്ട് പലതും ഉണ്ട്. ഇന്ന് പക്ഷേ നമുക്ക് സന്തോഷമുണ്ട്. കാരണം അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതുകൊണ്ട് അവിടെ കൊണ്ട് ഒതുങ്ങിയില്ല. അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയല്ല, അതിന് പിന്നിൽ വേറെ ഇനിയും വൻ ആൾക്കാരുമുണ്ട്. നമുക്കിതിനകത്ത് ഒന്നുമില്ല. കുടുംബമോ ബന്ധമോ ആ ബന്ധങ്ങളൊന്നും നോക്കാതെ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവരെ നിയമപരമായിട്ട് തന്നെ സൃഷ്ടിക്കണം. വേറെ ഒന്നുകൊണ്ടല്ല. ഇനി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ വെച്ച് ഇന്ന് ഞങ്ങൾ വന്ന് ഞങ്ങളുടെ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാര്യമായിട്ടെല്ലാം അന്നൊന്നും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. സ്റ്റേഷനിൽ നിലവിലുണ്ടോ? അവിടെ എന്തോ സ്റ്റേഷനിലുണ്ടോ? ഉണ്ടെന്നാണ് പറയാം. മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്നതാണ് പറയുന്നത്. അതെല്ലേ, കോട്ടയം. എന്താ ചേട്ടാ പറയാനുള്ളത്? അന്നത്തെ ദിവസം ശക്തമായ പ്രതികരണം. ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവനെ കൊണ്ടുവന്ന് കണ്ടേച്ചാണ് ഞങ്ങൾ പോകുന്നത്. അവനെ മെഡിക്കൽ എടുത്തേച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലേ. ചേട്ടൻ്റെ അന്നത്തെ പ്രതികരണങ്ങൾ ശക്തമായിട്ട് സംസാരിച്ചായിരുന്നു. ജനങ്ങൾ ഏറ്റെടുത്തത് ഇതേ ഇവനെ തന്നെയല്ല, ഇവൻ്റെ ചേട്ടൻ ബോബി എന്ന് പറയുന്ന അച്ഛനെയും കൂടെ അറസ്റ്റ് ചെയ്യേണ്ടത്. ഈ അച്ഛനാണ് കൂടുതൽ പീഡനം ആ പെൺകൊച്ചിനെ ഏൽപ്പിച്ചത്. ഈ കൊച്ച് കാരത്താസിലും പല സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ഈ അച്ഛൻ അവിടെ ജോലി കൊടുപ്പിച്ചില്ല. കാരത്താസിൽ കിട്ടേണ്ടതാണ് ജോലി. ഈ അച്ഛൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ജോലി കൊടുക്കാത്തത്. അതിൻ്റെ മാനസിക അവസ്ഥയിലായിരുന്നു ഈ പെണ്ണിൻ്റെ ഈ അപകടം ഉണ്ടാക്കിയത്. പെട്ടെന്ന് അന്നത്തെ ദിവസം അത് ഈ മരണത്തിലേക്ക് പോണം എന്നൊരു ചിന്താഗതി ഉണ്ടായത് ഈ അച്ഛൻ്റെ ഒരു കാരണമാണ്. ഈ അച്ഛനെ പേടിയുണ്ടായിരുന്നാ പറഞ്ഞ ഈ പെണ്ണിന്. അച്ഛൻ്റെ അനിയൻ നോബി കള്ളുകുടിയനും മയക്കുമരുന്നിനും അടിമയായിപ്പോയി. ഈ പെണ്ണിനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടായിരുന്നത്. ബഹളം വെച്ചുകൊണ്ടാണ് വീട്ടിലിരുന്നത്. അതുപോലെ തന്നെ ഈ നോബി കള്ളിനും മയക്കുമരുന്നിനും അടിമയായിരുന്നത് കൊണ്ടാണ് ഈ പെണ്ണിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അല്ലെ, ഇത്രയും നല്ലൊരു ജോലിക്കാരൻ, സാമ്പത്തികമായിട്ട് മെച്ചമുണ്ട്, ഒരു കുഴപ്പവുമില്ലാതെ ജീവിച്ചു പോവുകയല്ലായിരുന്നു. അവൻ കൂട്ടും കൂടി കഞ്ചാവും മയക്കുമരുന്നും അടിച്ചുമാണ് ഇത്രയും ദുരിതങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അച്ഛൻ ഇത് കണ്ട് മുതലെടുക്കാൻ നോക്കിയതാണ്.
ഈ പെണ്ണ് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അച്ഛനും എതിര് വന്നത്. ഇത്രയേ ഉള്ളൂ ഈ കാര്യം. ഇടവക വികാരിയായിട്ട് ഈ അച്ഛന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഈ ഷൈനീനെയും കൂട്ടി തീരാനുള്ള കേസേ തീരാനുള്ള നിസ്സാര കാര്യങ്ങൾ മാത്രം. പുള്ളിയുടെ തൊലി പൊളിച്ച കേസേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു ഇടവക വികാരി ആ കുടുംബത്തിലുള്ള സ്ഥിതിക്ക് ആ ഇടവകയിലുള്ള അച്ഛനുമായിട്ട് സംസാരിച്ച് ഇവിടെയും കൂട്ടി അവിടെ പോയിരുന്ന് ഇവര് ലോകത്തിലും രണ്ടുപേരോടെ നല്ല രീതിയിൽ സന്തോഷത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് പോകും അവിടെ പള്ളിയിൽ ചെന്ന്, അല്ലെങ്കിൽ അച്ഛന് വീട്ടിൽ വന്നാണ് സംസാരിക്കാമായിരുന്നു. അതിനുള്ള ശ്രമം വല്ലതും നടന്നതായിട്ട് അറിയാം? ഒന്നും നടന്നിട്ടില്ല. അച്ഛൻ വേറെ വശ നോക്കിയത്. അച്ഛൻ്റെ ഇത് നടന്നില്ല. പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് അച്ഛൻ്റെ പണി നടന്നില്ല. അതുകൊണ്ട് അച്ഛന് വൈരാഗ്യം കൂടുക ചെയ്തത്. അല്ലെങ്കിൽ ഒരു സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അത് കൊടുക്കേണ്ട എന്ന് പറയുമോ? അനുനയിപ്പിക്കാനുള്ള യാതൊരു ശ്രമങ്ങളും ഒരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. എങ്കിൽ സംഭവം നടക്കുകയില്ല. ഇത് ഈ 9 മാസക്കാലമായിട്ട് അച്ഛനെ ഒരു രീതിയിലും ഈ പെണ്ണുമായിട്ട് യോജിച്ചു പോകാനുള്ള ഒരു ശ്രമങ്ങളും നടത്തിയിട്ടില്ല. ഇവരെ തമ്മിൽ തല്ലിച്ച് അച്ഛൻ പറയുന്നിടത്ത് ഈ പെണ്ണ് വരണം. ആ രീതിക്കാണ് അച്ഛൻ പോയിക്കൊണ്ടിരുന്നത്. ഇതുങ്ങൾ ഈ പെണ്ണിൻ്റെ അപ്പനും അമ്മയും ഇതൊരു സാധു കുടുംബമാണ്. ഈ പെണ്ണിൻ്റെ ആങ്ങളമാർ ഈയിടെയാണ് വിദേശത്ത് പോയത്. അതും കടവും ബാധ്യതയൊക്കെ കാണും അവർക്കും. അപ്പം ആ സാഹചര്യത്തിൽ ഇവരെ കൊണ്ട് ഇപ്പം താങ്ങാനാവാതെ വന്നു. പിന്നെ ഈ അച്ഛൻ്റെ ഉപദ്രവവും ഭർത്താവിൻ്റെ ഉപദ്രവവും എല്ലാം കൂടെ ആയപ്പോഴത്തെ അച്ഛൻ ഉപദ്രവിച്ചിട്ടുണ്ടോ? അച്ഛൻ ഉപദ്രവിച്ചില്ല. അച്ഛൻ ഇത് ചെയ്താൽ മതിയല്ലോ. ഒരു ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അച്ഛനിവിടെ കൊടുക്കല്ലെന്ന് പറഞ്ഞ് അത് നശിപ്പിച്ച് വിട്ടാൽ പോരെ? അത് വലിയൊരു വിപത്തല്ലേ കാണിക്കണത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഈ കുടുംബത്തിനും ഈ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്കും ഷൈനിക്കും നീതി കിട്ടണം. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ മന്ത്രിമാരും എല്ലാവരും ശ്രദ്ധിക്കട്ടെ. പാർട്ടി മറന്ന് ഈ ലോകം നന്നാകണമെങ്കിൽ രാഷ്ട്രീയവും മതവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ലതും നന്മയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ നോക്കട്ടെ ഇനി മുന്നോട്ടുള്ള എല്ലാ മനുഷ്യരും. ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ കേരളമാകെ മാനമാണിത്. നാണക്കേടല്ലേ? ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ.